ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളെ വാട്സപ്പിൻ്റെ അപ്ഡേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്സപ്പിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള 2 അപ്ഡേറ്റുകളെ പറ്റിയിട്ടാണ്. ഈ അപ്ഡേറ്റുകളെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചില ആളുകൾക്ക് ഈ അപ്ഡേറ്റുകൾ മികച്ച അപ്ഡേറ്റ്സുകളായിട്ട് തോന്നാം. എന്നാൽ മറ്റു ചില ആളുകൾക്ക് എന്തിനായിരുന്നു ഈ ഒരു അപ്ഡേറ്റ് എന്ന് തോന്നിപ്പോകും. സോ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റ് ഇതിനോടകം തന്നെ പല വാട്സപ്പ് യൂസേഴ്സിനും വന്നിട്ടുണ്ടാവും. അതായത് വാട്സപ്പിൽ ഇനി മുതൽ നമുക്ക് മറ്റുള്ളവരുടെ വാട്സപ്പ് DPകൾ, വാട്സപ്പ് പ്രൊഫൈൽ പിക്ചറുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വാട്സപ്പ് DP എടുത്തു കഴിഞ്ഞാൽ മുകളിലായിട്ട് ഒരു ഷെയറിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലേക്ക് അത് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ വാട്സപ്പ് ആ ഒരു ഫീച്ചർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ നമുക്ക് മറ്റുള്ളവരുടെ വാട്സപ്പ് DPകൾ, വാട്സപ്പ് പ്രൊഫൈൽ പിക്ചറുകൾ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ വെറുതെ സേവ് ചെയ്യുന്നത്, നമ്മുടെ ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ പോരെ. എന്നാൽ ഇനി മുതൽ അത് നടക്കത്തില്ല. അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്. വാട്സപ്പിൽ ഇനി മുതൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനും പറ്റത്തില്ല. അത് ഈ വാട്സപ്പ് DP, വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ മാത്രമല്ല, വാട്സപ്പിൻ്റെ ചാറ്റോ വാട്സപ്പിൽ ഒന്നും തന്നെ നമുക്ക് ഇനി സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ഹോട്ട്സ്റ്റാറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഹോട്ട്സ്റ്റാറിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ വാട്സപ്പിലും ഇനി മുതൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു അപ്ഡേറ്റ് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും സെക്യൂരിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. പക്ഷെങ്കിൽ പോലും എത്ര പേർക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെടും? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഈ അപ്ഡേറ്റ് ഓൾറെഡി ചില ബീറ്റ യൂസേഴ്സിന് വന്നിട്ടുണ്ട്. വൈകാതെ തന്നെ എല്ലാ ബീറ്റ യൂസേഴ്സിൻ്റെയും അതിനുശേഷം എല്ലാ ബേസിക് യൂസേഴ്സിനും ഈ ഒരു അപ്ഡേറ്റ് വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. എനിവേ എന്തായാലും ഇതാണ് വാട്സപ്പിലേക്ക് വരാൻ പോകുന്ന 2 സെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്തേക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.